അപ്പം ചെറിയ പോസ്റ്റുകൾ കൊടുത്തിട്ടില്ല, ആകെ 3 മണിക്കൂർ നേരത്തെ പോസ്റ്റിൽ. അതിന് മുമ്പ് കാര്യം പറയട്ടെ, നേരത്തെ വീഡിയോ റെക്കോർഡിംഗ് ആവാഞ്ഞിട്ട് റീ റെക്കോർഡ് ചെയ്യണം. സ്റ്റോറേജ് സ്പേസ് ഫുള്ളായി ഗൈസ്. അതെ. Hello, hi, welcome back to my channel. So today's vlog is a Christmas vlog, or we can say Vlogmas 2022. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ ശേഷം നിങ്ങളായിരിക്കും പുലർച്ചയ്ക്കാണെന്ന്, അല്ല 8 മണിയാണ്. അപ്പോൾ എനിക്ക് 8 മണി 9 മണി ഒന്നും എൻ്റെ ടൈമല്ല. ഞാൻ വളരെ ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കുറച്ച് നേരത്തെ എണീറ്റാൽ പോലും ആ ഒരു ദിവസം ഫുൾ ഉറക്ക് തൂങ്ങിയിരിക്കും ഞാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഉറക്ക് തൂങ്ങിയിരിക്കുന്ന മൂഡിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലൈക്ക് വോയിസ് ഓവറാണ് കൊടുക്കേണ്ടി വന്നത്, അതായത് സംസാരിക്കാൻ എന്നുള്ളൊരു മൂഡിലായിരുന്നു. സോ ഞാൻ ചെറുകുളത്തുള്ള എസ്തവ എന്ന് പറഞ്ഞിട്ട്, അതായത് പ്രീ ചേച്ചിയുടെ വീട്ടിലാണ്. എസ്തവ എന്നാണ് ചേച്ചിയുടെ മേക്കപ്പ് പേജിൻ്റെ പേര്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യാം. അവിടെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെൻസ് ഇട്ടു. ആരും പേടിക്കേണ്ട, ഞാൻ ഇത്തവണ ബ്ലൂ ലെൻസാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ചേച്ചി ചോദിക്കണമെങ്കിൽ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഉറക്കെ തൂങ്ങി വീഴായിരുന്നു. അത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഓൾസോ എൻ്റെ സ്കിന്ന് ഡിസംബർ മാസം ആയതുകൊണ്ട് വളരെ ഡ്രൈ ആയിട്ടാണുള്ളത്. അതുകൊണ്ട് നല്ല അലമ്പ് സ്കിന്നാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുക. ആക്ച്വലി ഞാൻ ബോസ്റ്റ് ചെയ്യല്ല, എനിക്ക് ആക്ച്വലി എൻ്റെ സ്കിന്ന് എനിക്ക് അത്ര വലിയ സ്കിൻ ട്രബിൾസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്, മാഷാല്ലാ. അതുകൊണ്ട് തന്നെ ഇത് ലൈക്ക് എടുത്ത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഡ്രൈ സ്കിൻ ആയിട്ടുണ്ട് ഇപ്പം ഈ ഒരു ടൈം ആയതുകൊണ്ട്. ഞാൻ ഡോക്ടറെ കാണിച്ചു. സോ അതുകൊണ്ട് ആ ഒരു മെഡിക്കേറ്റഡ് എന്താ പറയുക സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി, പിന്നെ മേക്കപ്പ് ഇങ്ങനെ പിന്നി വീണ് അങ്ങനെയൊക്കെ നല്ല അലമ്പായിട്ടിരിക്കുകയാണ് സ്കിൻ എന്തായാലും. എനിവേസ് ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. സോ ഇതാണ് ഞാൻ പറഞ്ഞ പ്രീ ചേച്ചി ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ലൈറ്റ് മേക്കപ്പ് ആയിരുന്നു വേണ്ടത്. പക്ഷെ ഞങ്ങൾ ഇട്ട് വന്നപ്പോൾ കുറച്ചൊരു എന്താ പറയുക ഒരു മീഡിയം ലെവലിലുള്ള മേക്കപ്പാണ് ആയി വന്നത്. അങ്ങനെ നമ്മൾ ലെൻസൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് കേളി ഹെയറാണ് വേണ്ടതെന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ചേച്ചി അത് ചെയ്തരാമെന്ന് പറഞ്ഞു. ആക്ച്വലി ഒരു 1 അവറിൻ്റെ ഉള്ളിൽ തീരുന്നാണ് വിചാരിച്ചത് മേക്കപ്പ്. പക്ഷേ ഒരു 2.5 hours അടുത്തോളം മേക്കപ്പ് ഉണ്ടായി. അങ്ങനെ ലൈക്ക് ഇംതിയാസ് സെയ്ഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു ഫോട്ടോഗ്രാഫർ. ഞാൻ ഇതുവരെ ആളുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ കുറേ കാലമായിട്ട് ആളൊരു കപ്പിൾ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആളെ വിളിച്ചത് മേക്കപ്പ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട്. സോ ആൾ മലപ്പുറത്ത് നിന്ന് പാവം 10 മണിക്ക് തന്നെ മോർണിംഗ് എത്തി. ഞാൻ ചെല്ലണത് ഷൂട്ട് ചെയ്യാനായിട്ട് 2 മണിക്കാണ്. അത്രയും നേരം പോസ്റ്റ് ആയിരുന്നു പാവം. 2 മണി എന്ന് പറയുമ്പോൾ 4 മണിക്കൂറല്ലേ. ഓക്കെ, അപ്പോൾ അത്രയും നേരം പോസ്റ്റ് ചെയ്യുന്നു. ആളുടെ കൂടെ വേറൊരു ആളൂടെ വന്നിട്ട് ഫ്രണ്ടായിട്ട്. അപ്പോൾ അവർ 2 പേരാണ് ഉണ്ടായിരുന്നത്. സോ ഞാൻ ബാക്ക് ടു മേക്കപ്പിലേക്ക് വരികയാണ്. അപ്പോൾ മേക്കപ്പിൽ ഞാൻ എന്താ കണ്ടില്ലേ, എൻ്റെ ഐബ്രോസൊക്കെ ഭയങ്കര തിക്കായിട്ടാണ് ചേച്ചി ചെയ്തിരുന്നത്. എനിക്ക് തിക്കായിട്ട് ഐബ്രോസ് ഉള്ളതാണ് ഇഷ്ടം. എനിക്ക് ഭയങ്കര തിൻ ഐബ്രോസ് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് തിന്നല്ല, ഭയങ്കര തിന്നല്ല, പക്ഷേ അത്യാവശ്യം തിന്നായിട്ടുള്ള ഐബ്രോസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് തിക്കായിട്ടുള്ള ഐബ്രോസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ എൻ്റെ ഫേസിലേക്ക് എനിക്ക് ഇഷ്ടമാവാറുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഷൂട്ടിലും ഞാൻ തിക്കായിട്ട് ഐബ്രോസ് ചെയ്യാൻ പറയാറുണ്ട്. ഞാൻ ഈ മുഖത്തോണ്ട് കാണിക്കുന്ന കോസ്റ്റ്യൂമൊന്നും നിങ്ങൾ നോക്കണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ലൈക്ക് യൂട്യൂബിലേക്ക് വ്ളോഗ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേക്കപ്പിൻ്റെ ഒക്കെ വ്ളോഗ് എടുത്തത്. എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ ലൈക്ക് മേക്കപ്പിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറയണ്ടല്ലോ, ലൈക്ക് നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ. പിന്നെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാൻ ആളുമല്ല. കാരണം ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റും ഓരോ ടൈപ്പ് ഓഫ് അവരുടെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ അത്രയും ഇൻട്രസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ചോദിച്ചറിയൊക്കെ വേണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉറക്കം തൂങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ആക്ച്വലി മേക്കപ്പ് കുറച്ച് നേരം തുടങ്ങി കഴിഞ്ഞപ്പം ഓക്കെ ചേച്ചി എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ എന്നുള്ളൊരു സീനിലിരിക്കുകയായിരുന്നു. ഓൾസോ ഇഫ് യു ഗൈസ് ഹാവ് നോട്ടീസ്ഡ് എൻ്റെ സ്കിൻ കുറച്ചുകൂടെ ബെറ്റർ ആയി. കാരണം ഇത്രയും നേരം സ്കിന്നിലൊന്നും ഉണ്ടായിരുന്നില്ല. ഐ മീൻ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം ഇവിടെ എത്തി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടപ്പോൾ തന്നെ കുറച്ച് നല്ല മാറ്റം വന്നു. അപ്പം അതാണ് എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം. ഡ്രൈ സ്കിൻ ആയിരുന്നു ഐ മീൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയില്ലേ. സോ നമ്മുടെ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, ലാഷസൊക്കെ ഒട്ടിച്ചു. അപ്പോൾ ഞാൻ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അപ്പം നമുക്ക് മേക്കപ്പ് കണ്ടു നോക്കാം. ആക്ച്വലി ഉറക്ക് വന്നതിന് എൻ്റെ മുഖം കാണാൻ ഭയങ്കര വൃത്തിയാണെന്നുള്ളത് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ലൈക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ മുഖം കാണില്ലല്ലോ. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്സ് പിക്ക് ചെയ്തിട്ടുള്ളത് ഉർബാനിക്കതാണ് ആസ് യൂഷ്വൽ. ഞാൻ പിന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത് പെയ്ഡ് പ്രൊമോഷനോ ഐ മീൻ കൊളാബറേഷനോ പെയ്ഡ് പ്രൊമോഷനോ ഒന്നും അല്ല കേട്ടോ. ഞാൻ എനിക്കിഷ്ടമായിട്ട് ഉർബാനിക്കുന്ന ഷോപ്പ് ചെയ്യുന്നതാണ്. അവരെന്തെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഡ്രസ്സ് തരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾസോ നമ്മളെ ലൊക്കേഷൻ വിചാരിച്ചിരിക്കുന്നത് കോഴിക്കോട് നമ്മളെ പി ടി ഉഷ റോട്ടിലുള്ള ഡികാപ്രിയോ എന്ന് പറഞ്ഞിട്ടുള്ള കഫേയാണ്. നിങ്ങളൊക്കെ പോയിട്ടുണ്ടോ? ഐ മീൻ കോഴിക്കോട്ടുകാരുണ്ടെങ്കിൽ കോഴിക്കോട്ടുകാർ എന്തായാലും പോയിട്ടുണ്ടാവും. അവിടെ ഒരുപാട് അടിപൊളി വെസ്റ്റേൺ ഫുഡ് ഐറ്റംസ് കിട്ടുന്നൊരു കഫേയാണ്. ഓൾസോ അതിൻ്റെ ഇൻറ്റീരിയർ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ലൊക്കേഷൻ എടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സെറ്റൊക്കെ ഇട്ട് പ്രോപ്പറായിട്ടൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനെയൊക്കെ വെച്ചിട്ടായിരുന്നു ക്രിസ്മസ് ഷൂട്ട് ചെയ്തത്. ഇപ്രാവശ്യം അപ്പം ആ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് ഭയങ്കര മിനിമലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻഡോറിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീം പ്ലാൻ ചെയ്തത്. ഓൾസോ
ഞാൻ ഡ്രസ്സ് ഓർഡർ ചെയ്തപ്പം ഈ ഡ്രസ്സ് ആക്ച്വലി ഒരു 26 to 30 അതിൻ്റെ ഉള്ളിലായിരുന്നു, ഐ മീൻ December 26 to 30 ഉള്ളിലായിരുന്നു ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എനിക്ക് ക്രിസ്മസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് എന്താ അറിയില്ല, ഡ്രസ്സ് മെഞ്ഞാൻ തന്നെ വന്നു. അങ്ങനെ ഞാൻ ഇംതിയാസിനെ വിളിച്ചിട്ട് ഇന്നലെയാണ് സെറ്റാക്കിയത് നമുക്കിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട്. കാരണം ഞാൻ ലൈക്ക് നാളെ വയനാട് പോവാണ്, ചെറിയൊരു ഫാമിലി ട്രിപ്പും സംഭവമൊക്കെ ആയിട്ട് അങ്ങനെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വയനാട് പോകണം. അപ്പോൾ പിന്നെ എനിക്ക് ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഐ മീൻ ഇന്നിപ്പം 22 ആയല്ലോ, ഇനിയിപ്പം 3 ദിവസം കൂടെ ഉള്ളൂ ക്രിസ്മസിന്. ഞാൻ പിന്നെ ക്രിസ്മസിന് അന്നേ റിട്ടേൺ ആവുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉറപ്പിച്ചതാണ് ഇപ്രാവശ്യം ക്രിസ്മസ് ഷൂട്ട് ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഫോർച്യുനേറ്റ്ലി ഇറ്റ് ഇസ് ഹാപ്പനിങ്. അങ്ങനെ ഇതാ മേക്കപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫേസ് കോണ്ടൂർ ചെയ്യാണ്. അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഹെയർ ചെയ്യാനാണുള്ളത്. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടു, അതിൻ്റെ മേലെ ഒരു ലിപ് ഗ്ലോസ് കൂടെ ആഡ് ചെയ്തു. അപ്പോൾ തന്നെ ലുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയി. പിന്നെ ഇത് ചേച്ചിയുടെ ഫ്രണ്ടാണ്, ബ്രിജിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ഹെയർ സെറ്റാക്കിയത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ കുറച്ച് ഗ്രോത്ത് വന്ന ഭാഗങ്ങളുണ്ട് ആദ്യം സ്മൂത്തൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ ആ ഭാഗത്ത് കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ചെയ്തു, എന്നിട്ടാണ് കേൾസ് ചെയ്ത്. കണ്ടില്ല, കംപ്ലീറ്റ് കേൾസ് ചെയ്തതിപ്പോൾ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇതാണ് ഇവിടുത്തെ ഇൻഡോർ ലൈറ്റിലുള്ള ഒരു ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നേരം ഉറക്കം തൂങ്ങി ഇരുന്നതൊന്നും ലൈക്ക് എനിക്കിപ്പോൾ ഈ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞപ്പം തോന്നേയില്ല. വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയച്ചി ഇതുപോലെ തന്നെ ബ്രൈഡ്സിനൊക്കെ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും അപ്കമിങ് ബ്രൈഡ്സ് ഉണ്ടെങ്കിൽ പ്രിയച്ചിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജാണ് കൊടുക്കുന്നത്. ഹലോ, ഹായ്. അപ്പം ഇതാണ് അപ്പോൾ ഇതാണ് പ്രിയചേച്ചി. ചേച്ചിയാണ് എന്നെ ഇത്ര അടിപൊളിയായിട്ട് ഒരുക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ചേച്ചിൻ്റെ പേജ് എസ്തേവാൻ വേണ്ടി അല്ലേ, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ടാഗ് ചെയ്യും. ഓൾസോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി വീട്ടിൽ നിന്നാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലൈക്ക് ഇങ്ങനെ പാർലറിലൊക്കെ പോയിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ ഒരു പ്രൈവറ്റ് സ്പേസ് ഇരുന്നിട്ട് നമുക്ക് സുഖമായിട്ട് മേക്കപ്പും അതുപോലെ തന്നെ എല്ലാ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സും ചെയ്യുന്നുണ്ട്. ഫേഷ്യല്, സ്പാ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ചെറുകുളത്താണ് കോഴിക്കോട് വീട് വരുന്നത്. സോ അത്രയാണ്. ചേച്ചിയുടെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി അല്ലേ ഇൻസ്റ്റയിൽ. ഓക്കെ, അപ്പോൾ ടാറ്റാ. സോ അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ വീട്ടിലായിരുന്നു ഡ്രസ്സ് ഉണ്ടായി. ഞാൻ ഋഷിൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. സോ എൻ്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ നാച്ചുറൽ ലൈറ്റിലുള്ള ലുക്കാട്ടോ ഇത് ഭയങ്കര അടിപൊളി കേട്ടോ. ലൈക്ക് ആ ഒരു ഇൻഡോർ ലൈറ്റിനേക്കാളും അടിപൊളിയായിരുന്നു നാച്ചുറൽ ലൈറ്റിലേക്ക് വന്നപ്പം. സോ ഞാൻ വീട്ടിലേക്ക് പോണ വഴിയാണത്. സോ എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറേ സെൽഫീസും വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ വെയിലടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ ആ ഒരു മൾട്ടി കളർ റെയിൻബോ ബാഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് ലൈക്ക് സൺലൈറ്റ് തട്ടിയിട്ട് റിഫ്ലക്ഷൻ അടിച്ചിട്ട് കറക്റ്റ് ഫേസിലേക്ക് ആയപ്പം ഭയങ്കര എന്തൊരു എക്സ്ട്രാ ലൈറ്റൊക്കെ വെച്ചിട്ടൊരു ഫാഷൻ ഷൂട്ടൊക്കെ ചെയ്ത് ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലൈക്ക് ഞാൻ പിന്നെ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. ആ ബാഗാണത്. സോ ഞാൻ എൻ്റെ വീട്ടിൽ പോയി, എന്നിട്ട് അവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഓൾസോ ഐ ഡിഡ് സംതിങ്, ഐ ഡിഡ് എ ടാറ്റു യെസ്റ്റർഡേ. അതാണ് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും. പക്ഷേ ഇപ്പം ക്രിസ്മസ് ആണ്, ലൈക്ക് ക്രിസ്മസ് ആയി എന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഇട്ടത്. ലൈക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ടാറ്റിൻ്റെ വ്ളോഗ് കൂടെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഓൾസോ ഈ ഒരു കോസ്റ്റ്യൂം ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചത്. കോസ്റ്റ്യൂം അതുപോലെ തന്നെ ഈ ഒരു ആക്സസറിയാണ് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത്. ഈ കോസ്റ്റ്യൂമും ആക്സസറിയും ആസ് യൂഷ്വൽ ഇറ്റ്സ് ഉർബാനിക്ക് തന്നെയാണ് പ്രൊഫഷണൽ ഷോപ്പ് ചെയ്തിട്ടുള്ളത് ഫോർ ക്രിസ്മസ്. അപ്പം നല്ലൊരു സ്വെറ്ററാണത്. ലൈക്ക് പുറത്തേക്കൊക്കെ ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പിന്നെ വിൻ്ററൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ നാട്ടിലല്ലാതെ ബാംഗ്ലൂരൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്വെറ്ററാണ്. ഇത് അടിപൊളിയാണെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുറമേ നിന്ന് കാണുമ്പോൾ ഭയങ്കര തിന്നായിട്ട് ആ ഒരു നിറ്റഡ് ആയിട്ടുള്ള സാധനമാണെന്ന് ഫീൽ ചെയ്യും. ഐ മീൻ ഉള്ളിൽ വേറൊന്നുമില്ല, പക്ഷേ ഉള്ളിലും ഇത്ര തന്നെ തിക്നെസ് വരുന്നുണ്ട്. ഭയങ്കര തിക്കായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു സ്വെറ്ററാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ശരിക്കും ഇപ്പം ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് ഫീൽ ചെയ്യുന്നത്. ഫേസ്, ഹെയർ, മേക്കപ്പ്, ഇയറിങ് എല്ലാം കൂടെ ഉള്ളൊരു ഫീൽ ഇപ്പോഴാട്ടോ ശരിക്കും വരുന്നത്.
അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഒരു മിനി സ്കേർട്ടാണ് ഞാൻ ഷോപ്പിൽ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ആ സോക്സൊക്കെ ഉർബാനിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡികാപ്രിയോ ആണത്. സോ ഇത് കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് ആണ്. ഫേസ് ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ക്യാപ്പ് വെച്ചിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ റെഡ് ക്യാപ്പ് ബാനിക്കുന്ന മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്തുള്ള മോഡലും ഈ ഒരു സ്വെറ്ററും ഇങ്ങനെ തന്നെയാണ് ഏകദേശം സ്റ്റൈൽ ചെയ്ത്. അതിൻ്റെ അകത്ത് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഇത് സ്റ്റൈൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വ്യത്യാസം. ഓൾസോ ഇതാണ്, അതായത് ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഡെക്കോറാണ് ഡികാപ്രിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പം ക്രിസ്മസിന് ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഡികാപ്രിയോയിൽ പോയി നോക്കുക. ഇതുപോലെ നല്ല ഇൻറ്റീരിയറിൽ നിങ്ങൾക്ക് കുറച്ച് ക്രിസ്മസ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. സോ ഇതാണ് ഇംതിയാസ്. ഞാൻ കറക്റ്റ് 1 മണിക്കാണ് എത്തിയത്. ഫോട്ടോഗ്രാഫറാണ്. രാവിലെ കറക്റ്റ് 1 മണിക്കോ? ഞങ്ങൾ 10:30 9:45 കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഞാൻ 10 മണിക്ക് 10:30 ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ചെറിയ പോസ്റ്റുകൾ കൊടുത്തിട്ടില്ല. ആകെ 3 മണിക്കൂർ നേരത്തെ പോസ്റ്റിൽ. അതിന് മുമ്പ് കാര്യം പറയട്ടെ, നേരത്തെ എടുത്ത വീഡിയോ റെക്കോർഡിംഗ് ആവാൻ ഇത് റീ റെക്കോർഡ് ചെയ്യണം. സ്റ്റോറേജ് സ്പേസ് ഫുള്ളായി ഗൈസ്. അതെ. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ പെട്ടെന്ന് തന്നെ വരും അല്ലേ? നാളെ തന്നെ വരില്ലേ ഈ ഫോട്ടോസൊക്കെ? ഞങ്ങൾ 3-4 മണിക്കൂർ പോസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ ഒരു 3-4 മണിക്കൂർ കൊണ്ട് എഡിറ്റ് ചെയ്ത് 3-4 മാസം ഞങ്ങൾക്ക് അങ്ങനെയാണ് പോളിസി. പക്ഷേ ഇത് ക്രിസ്മസിന് പോസ്റ്റ് ചെയ്യേണ്ടതായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തരും അല്ലേ? ഇൻഷാല്ലാ. പോസ്റ്റ് ആക്കി ശ്രദ്ധിക്ക്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, ബൈ. ഇംതിയാസ് സേഫ്. ഇതാണ് കേട്ടോ ഇൻസ്റ്റ ID. അഥവാ ഞാൻ ഫോട്ടോസ് ഒന്നും പോസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവനെ വർക്കൊന്നും കൊടുക്കണ്ടായിരുന്നു. ശരി. As I told, my shoot is over and I'll be uploading all of these pictures very soon on my Instagram. If you haven't followed my Instagram, please do check my Instagram. It's like PAACHI. And if you are new to my channel, please do subscribe, share and support. So I wish you a Merry Christmas and bye-bye.